കോണ്ടന്റ് മേക്കിങ്ങിൽ മികച്ചു നിന്നത് അനുമോള് തന്നെയാണ്. അനുമോളുടെ വകയായിരുന്നു മിക്ക കോണ്ടന്റും. കിച്ചണിനകത്തുള്ള ജിസയിലുമായിട്ടുള്ള പ്രശ്നം, റെനയായിട്ടുള്ള ഫുഡിന്റെ ഇഷ്യൂ, മറ്റ് പല കാര്യങ്ങളും അനുമോള് തന്നെയാണ് ലീഡ് ചെയ്തത്. പുള്ളിക്കാരി ആക്ച്വലി നല്ല ഒരു പ്ലെയർ ആയേനെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളാണ്. പല കാര്യങ്ങളിലും പുള്ളിക്കാരിക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ഉള്ള ധൈര്യമൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരുടെ ഗെയിം സ്ട്രാറ്റജി വളരെ മോശമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ചിലപ്പം അനുമോൾക്ക് ഒരുപാട് ഫാൻസ് പുറത്തുണ്ട്, അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പുള്ളിക്കാരി ഇവിടെ പല ഫൈറ്റുകളും ലീഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊന്നും ന്യായമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ ഈഗോ വെച്ചിട്ട്, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഓരോ ഇഷ്യൂസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി കിച്ചണിലുള്ള സ്പേസ്. പുള്ളിക്കാരിക്ക് കിച്ചൺ വാഴണം. അതൊരു പക്ഷെ ഒരു കുലസ്ത്രീ മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാവാം. കിച്ചൺ അവിടെ എനിക്ക് സ്റ്റാർ ആവണം. കഴിഞ്ഞ തവണ കിച്ചണിൽ നിന്ന് ജിസയിലിനൊരു സ്റ്റാർ കിട്ടി. അപ്പം എനിക്കും അതുപോലെ അപ്രീസിയേഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനു മുമ്പുള്ള വീക്കും അനുമോൾ കിച്ചണിൽ തന്നെ കൂടുതൽ സ്പേസ് കണ്ടെത്തിയത്. ഈ ആഴ്ചയും കിച്ചൺ തന്നെ വേണം. അപ്പോൾ ജിസയിലും റെനയും കിച്ചണിലേക്ക് ഇൻവേഡ് ചെയ്തൊന്നും പുള്ളിക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം ഞാൻ ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് മെയിൻ ആയിട്ടും അനുമോൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അനുമോൾ തുടക്കം മുതൽ ഇതുവരെ വിടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിസയിലിന്റെ മേക്കപ്പ് ഇഷ്യൂ ആണ്. ജിസയിൽ മേക്കപ്പ് ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അനുമോൾ അത് കുറച്ചും കൂടി മെച്യൂറായിട്ട് വേണം ഡീൽ ചെയ്യാൻ. മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ എടുത്ത് ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെട്ടത് ഫസ്റ്റ് തെറ്റ്. പിന്നെ അതിനുശേഷം ജിസയിൽ റിയാക്ട് ചെയ്തത് ജിസയിലിന്റെ ഭാഗത്ത് തെറ്റാണ്. ഒറ്റ തള്ളായിരുന്നു. അതെനിക്ക് ഒരു അസോൾട്ട് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ അവിടെ ആ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ അനുമോൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അനുമോൾ ഒന്നും കൂടി തിങ്ക് ചെയ്ത് മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അനുമോൾക്ക് തോന്നുവാണെങ്കിൽ ഒന്നുകിൽ ക്യാപ്റ്റനോട്, ഇനി ക്യാപ്റ്റനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് നേരിട്ട് പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടത്. നമ്മൾ ഈ കിച്ചന്റെ കേസ് പറഞ്ഞപ്പോൾ റെനയോട് കാണിച്ച ഫുഡിന്റെ, ഇപ്പം ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഏതൊരു മനുഷ്യനോട് ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഗ്രഡ്ജ് വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. റെനയോട് പോയിട്ട് കഴിച്ചിട്ട് വരാൻ പറയുന്നത് ആണ് നല്ല കാര്യം എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ അനുമോള് ചെയ്തത് ആക്ച്വലി റെനയ്ക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ ബെഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് ആ ഫുഡ് കൊടുക്കുക എന്നുള്ള മര്യാദ കാണിക്കായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഈവൻ ആര്യനോട് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, നിനക്ക് പുറത്തൊരു പേര് വീഴും എന്ന് പറഞ്ഞ് പെണ്ണാളൻ, പെൺകോന്തൻ എന്നുള്ള വാക്കുകൾ വിളിച്ചിട്ടാണ് ആര്യനെ അഭിസംബോധന ചെയ്യുന്നത്. അതിന് മെയിൻ ആയിട്ടും പുള്ളിക്കാരി കണ്ടുപിടിക്കുന്ന ഒരു റീസൺ ജിസയിലിന്റെ പുറകെയാണ് ഈ ആണുങ്ങളെല്ലാം. അത് ഭയങ്കരമായ ഒരു തെറ്റായ ചിന്താഗതിയാണ്. പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല പൊട്ടൻഷ്യലുള്ള ഗെയിമറാണ്. എവിടെയാണ് ക്യാമറ ഉള്ളത്, എവിടെയാണ് സ്ക്രീൻ സ്പേസ് തനിക്ക് വേണ്ടത്, എങ്ങനെയൊക്കെ രീതിയിൽ ആരെയൊക്കെ കൂടെ നിർത്തണം, ആരെയൊക്കെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കരുത്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് അനുമോളിന് പല രീതിയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ എടുക്കുന്ന സ്ട്രാറ്റജി കുറച്ചും കൂടി നല്ലതാണെങ്കിൽ ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്ന് ഈ നമ്മൾ കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഇവരെ കാണുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് മെസ്സേജസ് സമൂഹത്തിന് കൊടുക്കണം. അല്ലാതെ വെറുതെ അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി ഒരു ടോക്സിക്, ഓൾറെഡി എന്താ പറയുക, കുറേ സദാചാര ചിന്തയും റിഗ്രസീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരിലേക്ക് വീണ്ടും അത് ഇൻജെക്ട് ചെയ്യുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ ബിഗ് ബോസും നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തുന്ന സീരിയൽസ് ഇല്ലേ, പ്രോഗ്രസീവ് അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സീരിയൽസിനെ പോലെ തന്നെ കാണപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വീക്കിൽ എനിക്ക് കുറെ കൂടി ഈ കണ്ടന്റ് മേക്ക് ചെയ്യുന്നു, ആക്റ്റീവ് ആവുന്നു തോന്നിയ ആൾക്കാരാണ് ആദില എന്ന് പറയും. അപ്പോൾ ആദില അനൂറയെ കുറിച്ച് പറയുമ്പോൾ ഓഫ്കോഴ്സ് നെവിനെ പറയാതെ പോകാൻ പറ്റില്ല. ഈ വീക്കിൽ ആദില അനൂറ രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്, 2 കാൻഡിഡേറ്റ്സ്. അതിന്റെ മാറ്റം അവരിൽ കാണാനുണ്ട്. രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് നിന്നാണ് കളിക്കുന്നത്. അതിൽ കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള, കുറച്ചും കൂടി വിജിലന്റ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആണെന്ന് നമുക്ക് ആദ്യ ദിവസങ്ങളിൽ തോന്നി. നൂറ നമ്മൾ വിചാരിച്ചു അഗൈൻ കുറച്ച് സൈലന്റ് ആണെന്ന് വിചാരിച്ചെങ്കിലും നൂറ നല്ലതുപോലെ പെർഫോം ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നെവിന്റെ ആ ഒരു ബിഗ് ബോസിനെയുള്ള വെല്ലുവിളിയും ഇറങ്ങിപ്പോകലും അത് നല്ല രീതിയിൽ തന്നെ നൂറ യൂട്ടിലൈസ് ചെയ്തു. നൂറയും ആദ്യം ഒരുപോലെ യൂസ് ചെയ്തു. അതിനിടയ്ക്ക് ഇവര് നെവിൻ അങ്ങോട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എടുത്തിട്ട ഒരു കാര്യമായിരുന്നു കമ്മ്യൂണിറ്റിയുടെ കാര്യം. അത് ബോറായിപ്പോയി തീർച്ചയായും. അതിന്റെ ആവശ്യം ഇല്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അവർ ഏത് രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളത്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ സംസാരിക്കാം, വേണമെങ്കിൽ സംസാരിക്കണം എന്നില്ല. അവർ പറയുന്ന ഒരു പോയിന്റ് ആണ്. അവർ അവരുടെ ലൈഫ് കൊണ്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഈ പ്രൊപഗേഷന്റെ സമയത്ത് ഇവരും യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട്. ആണാണെങ്കിൽ അല്ലെങ്കിൽ നട്ടലുണ്ടെങ്കിൽ നീ പോടാ എന്നുള്ള രീതിയിൽ. അത് അങ്ങനെ ഒരു വെല്ലുവിളിയുടെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ട്രിഗർ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പലരും ഇവരെ ട്രിഗർ ചെയ്തതിന് ഇവർ ഭയങ്കര എന്താ പറയാ
നന്മയില്ലാത്തവരാണ്, ഹ്യൂമാനിറ്റി ഇല്ലാത്തവരാണെന്ന് ചിത്രീകരിച്ചെങ്കിലും, ആ കണ്ടസ്റ്റൻസ് തന്നെ ചിത്രീകരിച്ചെങ്കിലും, എനിക്കതിന് ഇതൊരു ഹ്യൂമാനിറ്റി ഷോ അല്ലാത്തത് കൊണ്ട് ആ പ്രൊവോക്ക് ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അവർ നല്ല ആക്റ്റീവായിട്ട് തന്നെ വരുന്നുണ്ട്. നെവിൻ ഇടയ്ക്ക് പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു എന്നൊക്കെ സംഭവിച്ചെങ്കിലും ഒരു സ്വേച്ഛാധിപതി എന്ന നിലയിൽ നെവിന്റെ പെർഫോമൻസിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്വേച്ഛാധിപതികൾ 2 പേരായിരുന്നു, ജിസേലും നെവിനും. അതിൽ നെവിനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു ക്യാരക്ടർ പിടിച്ച് ത്രൂ ഔട്ട് നിൽക്കാൻ ശ്രമിച്ചത്. പിന്നെ ഈ പോകുന്ന വിഷയത്തിലാണെന്നുണ്ടെങ്കിലും നെവിനെ ചുറ്റിപ്പറ്റിയായിരുന്നല്ലോ ഈ ആഴ്ചത്തെ കുറെ കോണ്ടന്റ് വന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി കോണ്ടന്റ് മേക്കിങ്ങിലും എന്റർടൈനിങ്ങിന്റെ കാര്യത്തിലും നെവിൻ പുറകോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ പോയ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ച് ഇമ്മച്ചുവർ ആയിട്ടാണ് ബിഹേവ് ചെയ്തത്, കുറച്ച് ഇമോഷണൽ ആയിട്ട് ബിഹേവ് ചെയ്തത്. അവരെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊവോക്ക് ആവാതെ നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നെവിന് കൈതട്ടാമായിരുന്നു എന്ന് തോന്നി. എനിവേ നെവിന്റെ ഭാഗ്യം കൊണ്ട് തിരിച്ചു കയറി, അത് നല്ല ഒരിതാണ്. പിന്നെ ജിസേലിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതും കൂടെ പറയാം. സ്വേച്ഛാധിപതി എന്ന റോളിൽ ജിസേൽ ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അല്ലാതെ പുള്ളിക്കാരിക്ക് കൊടുക്കുന്ന ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ പുള്ളിക്കാരി 100% ഇട്ടു. പക്ഷെ സ്വേച്ഛാധിപതി എന്നൊരു ക്യാരക്ടർ എടുക്കാൻ പറഞ്ഞു പുള്ളിക്കാരി അവിടെ ഒരു സ്ട്രോങ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ജിസേലിനെ ഞാനൊരു ഡെയറിങ് പ്ലെയർ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഡെയറിങ് പ്ലെയർ അല്ല ആക്ച്വലി ജിസേൽ വളരെ എന്താ പറയുക, നന്മയുള്ള ഹ്യൂമാനിറ്റി, സ്വീറ്റ്സ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ബേബി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയൊക്കെ മറ്റുള്ളവരെ എന്താ പറയുക, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പ്രൊവോക്ക് ചെയ്ത് അവരുടെ റിയൽ മുഖം എക്സ്പോസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളൊരു ഗെയിമർ ആവണം എന്നാണ് ശരിക്കുള്ള ഒരു, എനിക്ക് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ കാണേണ്ട കുറച്ച് ക്വാളിറ്റീസ്.